ഇന്ത്യ US കരാർ യാഥാർത്ഥ്യമായതോടുകൂടി തന്നെ ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നത് പാകിസ്ഥാനാണ്. കാരണം അമേരിക്കയുമായി നല്ല സൗഹൃദ ബന്ധം കാത്തുസൂക്ഷിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. മാത്രമല്ല പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യക്കാൾ കൂടുതൽ വ്യാപാര തീരുവയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. പലകുറി ഇരു രാജ്യങ്ങളുടെയും ബന്ധം ശക്തമാക്കാൻ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ അമേരിക്ക സന്ദർശിച്ചിരുന്നു. എന്നിട്ട് പോലും പാകിസ്ഥാനെ പരിഗണിച്ചില്ല എന്ന വിമർശനമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തിട്ട് പോലും US-ഉമായുള്ള നയതന്ത്ര ബന്ധത്തിൽ കൂടുതൽ തിരിച്ചടികളാണ് തങ്ങൾക്ക് കിട്ടുന്നതെന്നതാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. ഇന്ത്യ US വ്യാപാര കരാറിന് പിന്നാലെ തന്നെ തീരുവ 18% കുറച്ചതാണ് ഇപ്പോൾ ഇത് കൂടുതലായി തന്നെ പാകിസ്ഥാനെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത്. US-ഉമായി മികച്ച ബന്ധം സ്ഥാപിച്ചിട്ടും 19% തങ്ങളുടെ തീരുവ US ആയി തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതും ഇന്ത്യക്ക് മേൽ കൂടുതൽ, അതായത് ഇന്ത്യക്കാൾ കൂടുതലായി തന്നെ തങ്ങൾക്ക് ഇത്തരത്തിൽ തീരുവ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ പാക് ഭരണ നേതൃത്വത്തിന് നേർക്ക് കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ തന്നെ ഉയരുന്നത്. കാരണം ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്രയധികം സൗഹൃദ ബന്ധം കാത്തുസൂക്ഷിച്ചിട്ടും എന്തുകൊണ്ടാണ് തങ്ങളെ ഇത്രയധികം ദ്രോഹിക്കാൻ അമേരിക്ക കൂട്ടുനിൽക്കുന്നത്? അല്ലെങ്കിൽ ഇന്ത്യയുമായി കൂടുതൽ അകലം പാലിച്ചിട്ട് പോലും ഇന്ത്യയെ കണക്കിലെടുത്ത് അവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള തീരുവ ചുമത്തിയതിൽ എന്താണ് ഇതിന് പിന്നിലെ ഉദ്ദേശം എന്ന രീതിയിലാണ് ആക്ഷേപങ്ങൾ ഉയർന്നു കേൾക്കുന്നത്. ഇന്ത്യയും US-ഉം തമ്മിൽ അവിടെ പുതുതായി തന്നെ ഒപ്പുവെച്ച വ്യാപാര കരാർ പാകിസ്ഥാനിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ ടെഹ്രികെ ഇൻസാഫ് നേതാവായ അഹമ്മദ് ഹസൻ നയതന്ത്ര രംഗത്തെ പാകിസ്ഥാന്റെ പരാജയത്തെ കൂടുതൽ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അതേപോലെ തന്നെ സൈനിക മേധാവി അസീം മുനീറും വാഷിംഗ്ടണിൽ തുടർച്ചയായി തന്നെ സന്ദർശനം നടത്തിയിട്ടും തീരുവ 19% തന്നെ തുടരുന്നു എന്ന വിമർശനത്തിനാണ് അതാണിപ്പോൾ പ്രധാന കാരണമായി ഉയർത്തിക്കാട്ടുന്നത്. ബഹുമാനം വാങ്ങാൻ കഴിയില്ല എന്നും പാക് മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ പാക് സമൂഹങ്ങളിൽ നിന്ന് പരിഹാസ രൂപേണ ചില രീതിയിലുള്ള കമന്റുകൾ അടക്കമാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. അതേസമയം പുതിയ ഡീൽ നിലവിൽ വരുന്നതോടുകൂടി തന്നെ ട്രംപ് ഭരണകൂടം കുറഞ്ഞ ടാരിഫ് ഏർപ്പെടുത്തുന്ന ചുരുക്കം ചില ലോക രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇന്ത്യയും അവിടെ എത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം എന്നീ പ്രധാന ഏഷ്യൻ രാജ്യങ്ങളുമായി തന്നെ താരതമ്യപ്പെടുത്തുമ്പോഴും ഇന്ത്യക്കാണ് കൂടുതലായി തന്നെ ടാരിഫ് കുറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നിലവിൽ പല രാജ്യങ്ങൾക്കും ഉയർന്ന US ടാരിഫ് ബാധകമാണ്. ബ്രസീലിനാകട്ടെ 50% ടാരിഫാണ് ഉയർത്തിയിരിക്കുന്നത്. മ്യാൻമറിനും സമാനമായി തന്നെ 40%, ലാവോസിനും 40%, അതുപോലെ ചൈനയ്ക്ക് 37%, ദക്ഷിണാഫ്രിക്കയ്ക്ക് 30% എന്നിങ്ങനെയാണ് തീരുവ ചുമത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ വിയറ്റ്നാം 20%, ബംഗ്ലാദേശിനും 20%, പാകിസ്ഥാനാകട്ടെ 19%. അതേപോലെ തന്നെ മറ്റു പല രാജ്യങ്ങൾക്കും 19% വീതം, അതായത് മലേഷ്യ, കംബോഡിയ, തായ്ലാൻഡ് എന്നീ രാജ്യങ്ങൾക്ക് 19% തീരുവയാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ടാരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് കൂടുതൽ, അതായത് ഇന്ത്യക്കാൾ കൂടുതൽ ടാരിഫ് തങ്ങൾക്ക് ഉൾപ്പെടുത്തിയതിൽ വലിയ രീതിയിലുള്ള രോഷം അവിടെ അലയടിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.